പ്രിയപ്പെട്ട കുട്ടികളെ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾക്ക് കൂടുതൽ ഉന്നതി ലഭിക്കാൻ വേണ്ടി, ഉയർച്ച ലഭിക്കാൻ വേണ്ടി, വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്ന ഡിഗ്രി കോഴ്സിനും ഡിപ്ലോമ കോഴ്സുകൾക്കും ഏർപ്പാടാക്കിയിരിക്കുന്ന സ്കോളർഷിപ്പാണ് പ്രഗതി സ്കോളർഷിപ്പ് സ്കീം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഈ സ്കോളർഷിപ്പ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് പെൺകുട്ടികൾക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷന് കൂടുതൽ സപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സ്കീം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഈ ഒരു സ്കോളർഷിപ്പ് സ്കീം ലഭിക്കാൻ വേണ്ടി എന്ത് എലിജിബിലിറ്റി ആണ് ഉണ്ടാകേണ്ടത്? ഏത് കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക? നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ദ ഗേൾ കാൻഡിഡേറ്റ് ഷുഡ് ബി അഡ്മിറ്റഡ് ടു ഫസ്റ്റ് ഇയർ ഓഫ് ഡിഗ്രി ലെവൽ കോഴ്സസ് ഓർ second year of degree level courses through lateral entry in any of the AICTE approved institution in respective year. അതായത് AICTE അപ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാം വർഷ ഡിഗ്രിക്ക് ചേരുന്ന പെൺകുട്ടികൾക്കും അല്ല എങ്കിൽ ലാറ്ററൽ എൻട്രി സ്കീം വഴി സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശനം നേടുന്ന പെൺകുട്ടികൾക്കുമാണ് പ്രഗതി സ്കോളർഷിപ്പ് സ്കീമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി ഇതിന്റെ എലിജിബിലിറ്റിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു കുടുംബത്തിൽ നിന്ന് 2 പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വാർഷിക വരുമാനം എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫാമിലി ഇൻകം ഫ്രം ഓൾ സോഴ്സസ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 8 lakh per annum during the current financial year. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയ്ക്ക് മുകളിലാകാൻ പാടില്ല ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് 2 പെൺകുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നേടിയെടുക്കാം. അവരുടെ വാർഷിക വരുമാനം, കുടുംബത്തിന്റെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയ്ക്ക് മുകളിലാകാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനി എത്ര കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്? എ ടോട്ടൽ ഓഫ് 5,000 സ്കോളർഷിപ്സ് പെർ ആനം അണ്ടർ ദിസ് സ്കീം. ഒരു വർഷം 5000 സ്കോളർഷിപ്പുകൾ ഈ ഒരു സ്കീമിൽ നൽകുന്നുണ്ട്. ഇത് ഡിഗ്രിക്കാണ്. ഡിപ്ലോമയ്ക്കും ഇതേപോലെ തന്നെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 10,000 സ്കോളർഷിപ്പുകൾ പ്രഗതി സ്കോളർഷിപ്പ് സ്കീം വഴി നൽകുന്നുണ്ട്. The number of scholarships are transferred into AICTE Pragati Scholarship Scheme for girl students under diploma if sufficient number of online applications are not received. ഡിഗ്രി ലെവലുള്ള സ്കോളർഷിപ്പിന് സഫീഷ്യന്റ് ആയിട്ട് പെൺകുട്ടികൾ അപേക്ഷിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും 5000-ൽ മിച്ചം വരുന്ന സ്കോളർഷിപ്പുകൾ ഡിപ്ലോമ ലെവലിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാറ്റിക്കൊടുക്കുന്നതായിരിക്കും എന്നത് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിയിരിക്കുന്ന കാര്യം, എത്ര രൂപയായിരിക്കും സ്കോളർഷിപ്പായിട്ട് അവാർഡ് ചെയ്യപ്പെടുക? 50,000 പെർ ആനം ഫോർ എവറി ഇയർ ഓഫ് സ്റ്റഡി. ഓരോ വർഷവും 50,000 രൂപ വീതം സ്കോളർഷിപ്പായിട്ട് പ്രഗതി സ്കോളർഷിപ്പ് സ്കീമിൽ സാങ്കേതിക വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി പെൺകുട്ടികൾക്ക് നൽകി വരുന്നു. ഫസ്റ്റ് ഇയറിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട കുട്ടിയാണെങ്കിൽ 4 വർഷവും, സെക്കൻഡ് ഇയറിൽ ലാറ്ററൽ എൻട്രി സ്കീം വഴി അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന കുട്ടിയാണെങ്കിൽ തുടർന്ന് വരുന്ന 3 വർഷവും ഈ സ്കോളർഷിപ്പ് ലഭിക്കും. അവർക്ക് കോളേജിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയും അതുപോലെ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി മറ്റ് സ്റ്റേഷനറി ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇക്വിപ്മെന്റ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒക്കെ മേടിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു സ്കോളർഷിപ്പ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മോഡ് വഴിയാണ് നമുക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. ഒരു സ്കീമിന് അപ്ലൈ ചെയ്താൽ ആ ബെനിഫിഷ്യറിക്ക് ഡയറക്റ്റ് ആയിട്ട് അവർ കൊടുക്കുന്ന ബാങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെയാണ് DBT അല്ലെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മോഡ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത്?
നമ്മൾ പലതവണ കേട്ട് പരിചയിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ മുമ്പ് വീഡിയോസ് പബ്ലിഷ് ചെയ്തതാണ്. 1ാം ക്ലാസ് മുതൽ PhD വരെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നുണ്ട്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പ്രീ മെട്രിക് സ്കോളർഷിപ്പുകളും 11 മുതലുള്ള കുട്ടികൾക്ക് വേണ്ടി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളെ കുറിച്ചും വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മുമ്പ്. ഈ പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്യുന്നത് scholarships.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ്. അതേ വെബ്സൈറ്റിൽ തന്നെയാണ് പ്രഗതി സ്കോളർഷിപ്പ് സ്കീമിനും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമാണ്, നാഷണൽ ലെവൽ സ്കോളർഷിപ്പ് ആണ്. അതുകൊണ്ട് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലായ scholarships.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് ഇതിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനിയും ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും കുട്ടികളെ സെലക്ട് ചെയ്യുക? ദ സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ് വിൽ ബി ക്യാരിഡ് ഔട്ട് ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ് ഓഫ് ക്വാളിഫൈങ് എക്സാമിനേഷൻ. അതായത് ഡിഗ്രിക്ക് അഡ്മിഷൻ വേണമെങ്കിൽ അതിന്റെ ക്വാളിഫയിങ് എക്സാമിനേഷൻ പറയുന്നത് +2 ആണ്. അപ്പൊ തീർച്ചയായിട്ടും +2 ലെവലിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ പെർസെന്റേജിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്കോളർഷിപ്പിന് നിങ്ങളെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി +2വിന്റെ മാർക്ക് ഒരേപോലെ വരുമ്പോൾ ടൈ വന്നാൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്കും അവിടെ പരിഗണിക്കും. ഓർക്കുക, അപ്പം 10ന്റെ മാർക്കും 12ന്റെ മാർക്കും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സമയം കൂടിയാണിത്. ഈ അഡ്മിഷൻ, ഡിഗ്രിക്കുള്ള അഡ്മിഷനോട് ഒപ്പം തന്നെ സ്കോളർഷിപ്പിലേക്ക് സെലക്ട് ചെയ്യാനും നിങ്ങളുടെ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും മാർക്കുകൾ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇനിയും നിങ്ങൾ ആദ്യത്തെ വർഷം ഇതിന് അപ്ലൈ ചെയ്തു, തുടർന്നുള്ള വർഷങ്ങളിൽ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾ അപേക്ഷ പുതുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ scholarships.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നിട്ട് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ടു മുമ്പുള്ള വർഷത്തെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മേലധികാരിയുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ കൂടെ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രഷേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ചെയ്യുന്നവർ അടുത്ത വർഷങ്ങളിൽ, തുടർന്ന് വരുന്ന വർഷങ്ങളിൽ റിന്യൂ ചെയ്താലാണ് സ്കോളർഷിപ്പ് 4 വർഷവും കിട്ടുകയുള്ളൂ എന്നുള്ളത് ഓർക്കുക. പക്ഷേ നിങ്ങൾ അതാത് വർഷം നിങ്ങളുടെ കോഴ്സിലെ സബ്ജക്റ്റുകളെല്ലാം പാസ്സായിരിക്കണം. അങ്ങനെ പാസ്സാകാതെ വന്നാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നഷ്ടപ്പെടും. ഓർക്കുക, സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ആണ്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഒരു വർഷം ഒരു സബ്ജക്റ്റ് കിട്ടാതെ ഫെയിലായെങ്കിൽ നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് നഷ്ടപ്പെടും. അതിന് അവസരം ഉണ്ടാകാതിരിക്കുക. പിന്നീട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി കൂടെ ഓർമ്മയിൽ ഉണ്ടാകണം. 31/10/2020 ആണ്. ഒക്ടോബർ മാസം 31-ാം തീയതി വരെയാണ് ഈ അപേക്ഷ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഡിഗ്രിക്ക് 1ാം വർഷ പ്രവേശനം ആരംഭിച്ചു കഴിഞ്ഞു. മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും 1ാമത്തെ 2ാമത്തെ അലോട്ട്മെന്റ് ഒക്കെ ആയി കഴിഞ്ഞു. അലോട്ട്മെന്റ് കിട്ടി മാൻഡേറ്ററി ഫീസ് അടച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികൾ ഈ സ്കോളർഷിപ്പിന്റെ വെബ്സൈറ്റിൽ വന്നിട്ട് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുത്തു തുടങ്ങുക. ഇനി ഇതിന്റെ ചില കണ്ടീഷൻസ് എന്താണ്? നമുക്കറിയാവുന്നതുപോലെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലായ scholarships.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ വിവരങ്ങളെല്ലാം വളരെ കൃത്യമായിരിക്കണം. നിങ്ങൾക്കറിയാം, ഡിഗ്രി അഡ്മിഷൻ ഒക്കെ തന്നെ ഇപ്പോൾ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതേപോലെ അപേക്ഷ കൊടുക്കുമ്പോൾ തെറ്റുകൂടാണ്ട്, ഒരുപക്ഷെ +2 ലെവലിൽ നിങ്ങൾ സ്കോളർഷിപ്പിന് അപേക്ഷിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അപേക്ഷിച്ച് പരിചയമുള്ള നിങ്ങൾ തെറ്റുകളൊന്നും വരുത്താണ്ട് അപേക്ഷ സമർപ്പിക്കണം. നിങ്ങളുടെ അപേക്ഷയിലുള്ള തെറ്റുകൾ ഇത്രയും ഉയർന്ന എമൗണ്ട് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പിന് പുറത്തേക്ക് നിങ്ങളെ വഴികാട്ടും എന്നുള്ളത് ഓർക്കുക. പിന്നീട് നേരത്തെ പറഞ്ഞതാണ്, ഇഫ് എ കാൻഡിഡേറ്റ് ഫെയിൽഡ് ഓർ ഡ്രോപ്പ് ഔട്ട്, ഷീ വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ഫർദർ സ്കോളർഷിപ്പ്. ഏതെങ്കിലും കാരണവശാൽ ഒരു വർഷം ഫെയിലാകുകയോ അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ആവുകയോ ചെയ്താൽ
തുടർന്ന് വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല. അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നത്, the grant of scholarship is subject to the condition that the student does not receive any financial assistance in the shape of scholarship, salary, stipend, etc. from any other source during her course of study in the institute. ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മറ്റു സ്കോളർഷിപ്സോ സാലറിയോ സ്റ്റൈപ്പൻഡ് ഒന്നും വാങ്ങാൻ പാടില്ല. ഈ പ്രഗതി സ്കോളർഷിപ്പ് സ്കീമിൽ നിങ്ങൾ സ്കോളർഷിപ്പ് കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ. അത്തരം ഒരു നടത്തിയാൽ, അതായത് മറ്റു സ്കോളർഷിപ്പോ അല്ല എങ്കിൽ സാലറിയോ സ്റ്റൈപ്പൻഡ് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോളർഷിപ്പ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യും. മാത്രവുമല്ല, നിങ്ങൾ ഇതുവരെ കൈപ്പറ്റിയ സ്കോളർഷിപ്പ് നിർബന്ധമായിട്ടും തിരിച്ചടയ്ക്കണം. ഒരു DD ആയിട്ട് മെമ്പർ സെക്രട്ടറി AICTE എന്നുള്ള പേരിൽ നിങ്ങൾ ഇതുവരെയും കൈപ്പറ്റിയ സ്കോളർഷിപ്പ് എമൗണ്ടുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. പിന്നീട് സ്കോളർഷിപ്പിന് അപേക്ഷ വെക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ CGPA എന്ന് പറയുന്നത്. നിങ്ങൾ ആ CGPA കണ്ടിട്ട് അതിനോടുകൂടെ 9.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ CGPA എന്നുള്ള പെർസെൻറ്റേജ് കിട്ടും. ആ CGPA പെർസെൻറ്റേജ് ആണ് അവിടെ എൻട്രി ചെയ്യാനുള്ളത് ആ ഫോമിനകത്ത്. ഗ്രേഡ് പോയിന്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അതിനെ 9.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടുക. അത് ഫോമിൽ എൻട്രി ചെയ്യാനുള്ളൊരു കോളം ഉണ്ടാകും. എന്നാൽ ചിലരുടെ മാർക്ക് ലിസ്റ്റിൽ ഗ്രേഡ് പോയിന്റ് ആവറേജും അല്ലെങ്കിൽ ഗ്രേഡും ടോട്ടൽ മാർക്കൊക്കെ ഉണ്ടാകും. ടോട്ടൽ മാർക്ക് ഉണ്ടെങ്കിൽ ആ മാർക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. മാർക്കാണെങ്കിൽ നമുക്ക് വളരെ സൗകര്യമാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ചിലരുടെ മാർക്ക് ഷീറ്റിൽ A1, A2, B1, B2 എന്നുള്ള ചില ഗ്രേഡുകളായിരിക്കും ഒരുപക്ഷെ കൊടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഗ്രേഡുകളെ ആദ്യം ഗ്രേഡ് പോയിന്റ് ആവറേജ് കണ്ടുപിടിക്കണം. ആ ഗ്രേഡുകൾ ഉപയോഗിച്ച് ഗ്രേഡ് പോയിന്റ് ആവറേജ് കണ്ടുപിടിക്കണം. ഗ്രേഡ് പോയിന്റ് ആവറേജ് കണ്ടുപിടിച്ചതിന് ശേഷം 9.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രേഡ് പോയിന്റ് ആവറേജിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. തുടർന്നത് നിങ്ങളുടെ അപേക്ഷാ ഫോമിൽ എൻട്രി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പില് കൂടുതൽ പഠനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, അവർക്ക് സാമ്പത്തിക ഒരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി AICTE ഏർപ്പാടാക്കിയിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് പ്രഗതി സ്കോളർഷിപ്പ് സ്കീം എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. അത് ഡിഗ്രി കോഴ്സുകൾക്കും അതോടൊപ്പം ഡിപ്ലോമ കോഴ്സുകൾക്കും ഈ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലായ scholarships.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് ഇത് എൻ്റർ ചെയ്യേണ്ടത്, അപേക്ഷ സമർപ്പിക്കേണ്ടത്. വർഷം 50,000 രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന AICTE അംഗീകൃത കോഴ്സുകളിൽ പ്രവേശനം കിട്ടിയിരിക്കുന്ന കുട്ടികൾക്കെല്ലാം ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വിവരം പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയ സ്കീമുകളെ സംബന്ധിച്ച്, സ്കോളർഷിപ്പുകളെ സംബന്ധിച്ച്, കരിയർ ന്യൂസുകളെ സംബന്ധിച്ച്, അതോടൊപ്പം പുതിയ പുതിയ ഓൺലൈൻ ടൂൾസിനെ സംബന്ധിച്ച് വീഡിയോകൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ എത്തും. അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക. AICTE അംഗീകരിച്ചിരിക്കുന്ന കോഴ്സിൽ പഠിക്കുന്ന മറ്റു പെൺകുട്ടികൾക്കും ഇത്തരം ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയാനും പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ഒരുപക്ഷെ ഷെയർ ചെയ്യുന്ന വീഡിയോ ഇടയാക്കിയേക്കാം. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒരുമിച്ച് കാണാം. അതുവരേക്കും ബൈ.